ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടി20ക്കായി ടീം ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ആദ്യ മത്സരം നോ റിസൾട്ടായപ്പോൾ രണ്ടാം മത്സരത്തിൽ ടീം ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. മൂന്നാം മത്സരത്തിൽ വിജയം നേടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പരമ്പര കൈവിട്ടു പോകുമെന്ന കാര്യം ഉറപ്പാണ്. പ്ലേയിങ് ലെവലിൽ ചില നിർണായക മാറ്റങ്ങളും മൂന്നാം ടി20ക്ക് മുന്നോടിയായി ടീം ഇന്ത്യ വരുന്നുണ്ട്. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മാഞ്ചസ്റ്ററിലെ രണ്ടാം അംഗത്തിലേറ്റ പരാജയം മറന്ന് മൂന്നാം ടി20യിൽ ശക്തമായി തിരിച്ചുവരവിനൊരുങ്ങുകയാണ് ടീം ഇന്ത്യ. കഴിഞ്ഞ കളിയിൽ 4 വിക്കറ്റ് തോൽവിയാണ് ശ്രേയസ് അയ്യർക്കും സംഘത്തിനും നേരിട്ടത്. ബാറ്റിംഗിൽ മോശമല്ലാത്ത പ്രകടനം ടീം കാഴ്ചവെച്ചിട്ടും ബൌളിംഗിൽ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ടീം ഇന്ത്യക്ക് കഴിയാതെ പോയത് തന്നെയാണ് വിനയായി മാറിയത്. ചൊവ്വാഴ്ച രാത്രി 10 മണി മുതൽ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിലാണ് അടുത്ത മത്സരം നടക്കാനായിരിക്കുന്നത്. ടീം കോമ്പിനേഷനിൽ ചില മാറ്റങ്ങൾ മൂന്നാം ടി20ക്ക് മുന്നോടിയായി തന്നെ പറയുന്നുണ്ട്. മലയാളിത്തരം സഞ്ജു സാംസണ് പകരക്കാരനായി ഓപ്പണിംഗിലേക്ക് വൈഭവ് സൂര്യവംശിയെ ടീം ഇന്ത്യ പരിഗണിച്ചിരുന്നു. 2 സിക്സറുകൾ ഉൾപ്പെടെ താരം വരവറിയിക്കുന്ന പ്രകടനവും ആദ്യ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു. അതോടെ തന്നെ മൂന്നാം ടി20യിലേക്ക് എത്തുമ്പോഴും വൈഭവിനെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കാണുന്നത്. മൂന്നാം ടി20യിലും വൈഭവ് തുടരുമ്പോൾ സഞ്ജുവിന് മൂന്നാം ടി20യിൽ അവസരമുണ്ടായിരിക്കില്ല. കറക്റ്റ് ചെയ്യേണ്ട ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഏറ്റവും പ്രകടമായ ഒരു മാറ്റം പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ രവി ബിഷ്ണോയിയുടെ നിർണായക ഓവർ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് മത്സരം ഇംഗ്ലണ്ടിലേക്ക് മാറ്റിയെടുത്തത്. ബിഷ്ണോയ്ക്ക് പകരം പേസറായ പ്രിൻസ് യാദവിനെ ടീം ഇന്ത്യ മൂന്നാം ടി20ക്ക് വേണ്ടി പരിഗണിക്കുന്നുണ്ടെന്നാണ് പ്ലേയിങ് ലെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അർഷ്ദീപ് സിംഗിനും ഹർഷിത് റാണയ്ക്കുമൊപ്പം പ്രിൻസ് യാദവ് കൂടി എത്തുന്നതോടെ ഇംഗ്ലണ്ടിന്മേൽ കൂടുതൽ സമ്മർദ്ദം നടത്താനായി സാധിക്കുമെന്നാണ് ടീം മാനേജ്മെന്റ് വിലയിരുത്തുന്നത്. രണ്ടാം മത്സരത്തിൽ തിലക് വർമ്മയുടെ ഭാഗത്തുനിന്നും ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി സഞ്ജുവിനെ പകരം കൊണ്ടുവരാനുള്ള സാധ്യതകൾ വിദൂരമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തോടു കൂടിയുള്ള പ്ലേയിങ് ലെവനെ പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, ഇഷൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ശിവം ദുബെ, അക്സർ പട്ടേൽ, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, പ്രിൻസ് യാദവ്, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരിക്കുക.